ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വിങ്കാ റോസ് കാണാം. കണ്ടോ, നല്ലപോലെ വളർത്തിക്കൊണ്ട് വരാം. വെയിലത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പം നമുക്ക് ചട്ടി വെച്ചിട്ട് അഗ്രഭാഗം ഞുള്ളി കളഞ്ഞാൽ മതി. അപ്പം ബുഷിയായിട്ട് നിന്നോളും. കണ്ടോ, നല്ല കളറല്ലേ. ഇപ്പോഴും നല്ല വെയിൽ വേണം. പ്രത്യേക വളമൊന്നും വേണ്ട, വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഒത്തിരി ജൈവവളമൊക്കെ ഇട്ടാൽ ഇത് കരിഞ്ഞൊക്കെ പോവും. പങ്കൽ രോഗം വന്നേ. എല്ലാം കുറേശ്ശെ വളം കൊടുത്താൽ മതി. ഞാനിവിടെ വല്ലപ്പോഴൊക്കെ വളം കൊടുക്കുള്ളൂ. നല്ല വെയിലത്ത് വെച്ചാൽ മതി. പിന്നെ വേനൽക്കാലം ആയപ്പം ഇന്ന് ഞാൻ കഞ്ഞിവെള്ളം ഒഴിക്കും, അരി കഴുകിയ വെള്ളമൊക്കെ. കണ്ടോ, വയലറ്റ് കളറ്, ചുമപ്പ് കളറ്, റോസ് കളറ്. ഇനി നിത്യകല്യാണി എന്നും പേര് പറയുവേ. വിങ്കാ റോസ്. നമ്മളിപ്പോൾ എല്ലാവരും വിങ്കാ റോസ് എന്നാണ് പറയുന്നത്. ആദോ ഹൗവ എന്നൊക്കെ പേരുണ്ട്. ചാണകപ്പൊടി ഒക്കെ ഇട്ടാലും കുഴപ്പമില്ല. പല കളറുണ്ട്. കണ്ടോ, ചട്ടി നിറയെ പൂക്കളായി. നല്ല രസമാണ് മുറ്റത്ത് ഇത് വെച്ച് പിടിപ്പിച്ചാൽ. അത് ഇനി വിത്തുണ്ടാകും, അപ്പം ധാരാളം തൈകളുണ്ടാകും. പിന്നെ നമുക്ക് ഇളം തണ്ട് ഞുള്ളി നട്ടു വെക്കാം. അപ്പം ധാരാളം പൂക്കൾ തരും. കണ്ടോ, ഞാനിവിടെ നല്ല വെയിലത്താണ് വെച്ചേക്കുന്നത്. കണ്ടോ, ഇത് നല്ല രസമാണ്. വയലറ്റ് പല സൈസുണ്ട്. ഇതേ മുറ്റം നിറയെ ഉണ്ട് ഇവിടെ. കണ്ടോ, ഇങ്ങനെ ബുഷിയായിട്ട് നിർത്താം. കണ്ടോ, 3 എണ്ണമൊക്കെ കട്ടയായിട്ട് നിൽക്കുമ്പോൾ നല്ല രസമല്ലേ കാണാൻ. നഴ്സറിയിൽ മേടിക്കാൻ കിട്ടും. 20 രൂപയോ 30 രൂപയൊക്കെയാണ് പല വിലയാണ്. വിങ്കാ റോസ് ഇങ്ങനെ ഹാങ്ങിങ് വിങ്കാ റോസ് ഉണ്ടെങ്കിൽ ചട്ടി നമ്മൾ തൂക്കി ഇടുന്നേ. ഇത് പണ്ടൊക്കെ ക്യാൻസർ രോഗത്തിനുള്ള മരുന്ന്, അതിൻ്റെ വിത്തെന്നും പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് ഇങ്ങനെ നട്ടു വെക്കുമായിരുന്നു, കൃഷി ചെയ്യുമായിരുന്നു. ഞങ്ങൾ എൻ്റെ ചെറുപ്പത്തിൽ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ചുവപ്പ് കളർ നല്ല രസമല്ലേ. പല സൈസ് ഇത് നടാം. വിത്ത് പൊട്ടി മുളയ്ക്കും, വിത്ത് നട്ട് മുളയ്ക്കാം, മുളപ്പിക്കും. പിന്നെ തണ്ട് നട്ട് കട്ടിങ്സ് നട്ട് പിടിപ്പിക്കാം. കഞ്ഞിവെള്ളം അരി കഴുകിയ വെള്ളമൊന്നും കളയണ്ട, അതൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ എന്നും കഞ്ഞിവെള്ളം ഒഴിക്കും. കഞ്ഞിവെള്ളം 1 കപ്പിന് 5-6 കപ്പ് വെള്ളം അവിടെ കൂട്ടിച്ചേർത്ത്. കണ്ടോ, വയലറ്റ് കാണാൻ നല്ല രസമല്ലേ. ഇതൊക്കെ ഉണ്ടോ, തലപ്പ് നട്ട് വെച്ചേക്കുന്നുണ്ടോ, അതും പൂവുണ്ടായി. പല കളർ നിൽക്കുന്ന കാണാൻ നല്ല രസമല്ലേ മുറ്റം ചുറ്റും. കണ്ടോ, കുഞ്ഞുങ്ങൾ ഞാൻ നട്ട് വെച്ചേക്കുന്ന ചട്ടി നിറയെ. അധികം മണ്ണൊന്നും വേണ്ട. വെയിലത്ത് നിൽക്കുമ്പോൾ തോറും നല്ല കളർ വരും, നല്ല പട്ട് പോലെ. കണ്ടോ, ഞാൻ ഞുള്ളിക്കളഞ്ഞ എല്ലാം മുളച്ചു വരുന്ന കണ്ടോ. ഞാൻ ഇച്ചിരി മണ്ണ് ചട്ടിയിൽ കാപ്പാകം മണ്ണ് ഇടുകയുള്ളൂ, എന്നിട്ട് നടും. ഹൈബ്രിഡിൻ്റെയാണേ, ഹൈബ്രിഡ് വിങ്കാ റോസാണേ. പിന്നെ തന്നെ നാടനും ഉണ്ട്. നല്ല ഭംഗിയല്ലേ കൂട്ടുകാരെ. കണ്ടോ, തൈ മുളച്ച് വരുന്നുണ്ട്. തൈയല്ല, തലപ്പ് നട്ടത്.
എനിക്കിവിടെ എല്ലാം നഷ്ടപ്പെട്ടു പോയതായിരുന്നു. അപ്പോളില്ലേ വിത്ത് വീണ മുളച്ചു. മിറ്റലാണ് പാകിയേക്കുന്നത്. കണ്ടോ, ഇതൊക്കെ താഴെ നിൽക്കുന്ന, നിലത്ത് നിൽക്കുന്ന. കണ്ടോ, 3 ഉണ്ടായിരിക്കുമ്പോൾ നല്ല രസമല്ലേ. ഇത് ഇടയ്ക്ക് ഏരമൊക്കെ കേടുവരും, അന്നേരം കട്ട് ചെയ്ത് കളയണേ. അല്ലെങ്കിൽ ഇല്ലേ എല്ലാത്തിനും പിടിക്കും, കേടുവരുവേ. അപ്പം തന്നെ കട്ട് ചെയ്യണം, കമ്പ് ചെയ്യുകയൊക്കെ ചെയ്തെങ്കിൽ. അപ്പം മഞ്ഞൾപ്പൊടി എന്നിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യണം. അതിൽ തളിച്ച് കൊടുത്താൽ മതി. കണ്ടോ, ചുവപ്പ് കണ്ടോ, റെഡ് കളർ കാണാൻ നല്ല ഭംഗിയല്ലേ. നടുക്ക് ഈ വെള്ള ഡോട്ടൂടെ ഉള്ളതുകൊണ്ട് നല്ല രസമല്ലേ. നിറയെ ഉണ്ട്, പല ചട്ടിയിൽ നട്ടിട്ടുണ്ട്. വിത്ത് പൊട്ടി മുളയ്ക്കും, ചിലപ്പം വേറെ കളർ വരും. അങ്ങനെ വേറെ കളർ കിട്ടിയതാണ് എനിക്ക്, ഈ വയലറ്റ്. ഫ്രണ്ടിലൊക്കെ നല്ല വെയിൽ കാണില്ല മുറ്റത്ത്, അപ്പോൾ അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി. തണലത്ത് വെച്ചാൽ അതിങ്ങ് പൊങ്ങി പോവുകയുള്ളേ. കേട്ടോ, ഇത് നല്ല രസമല്ലേ. നിങ്ങൾ കഞ്ഞിവെള്ളം ഒന്നും കളയരുത്, അതൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. അരി കഴുകിയ വെള്ളം, വീട്ടിലുള്ള വളമൊക്കെ കൊടുത്താൽ മതി. ചാണകപ്പൊടി ഉള്ളവർക്ക് ചാണകപ്പൊടി ഇടാം. കണ്ടോ, തീരെ കുറച്ച് മണ്ണേ ഞാൻ ഇടുകയുള്ളൂ. ഇത് വേറൊരു കളറ് കണ്ടോ. ഇതിൻ്റെ അതിന് വെള്ളയുണ്ട്, റോസുണ്ട്, വയലറ്റ് കളറൊക്കെ ഉണ്ട്. ഒരു തലപ്പ് ഞുള്ളുമ്പോൾ 2 തലപ്പ് വരും, 2 തളിര് വരും. അങ്ങനെ അതിലെല്ലാം കട്ടയ്ക്ക് പൂവുണ്ടാവും. കണ്ടോ, ചട്ടി നിറച്ചായില്ലേ, ബുഷിയായിട്ട് നിൽക്കുന്ന കണ്ടോ. ഇതിങ്ങനെ ഒടിച്ചൊടിച്ച് നട്ടു വെച്ചാൽ മതി, അപ്പം മുറ്റം നിറയെ പൂക്കളുണ്ടാവും. ഇതെങ്ങനെയുണ്ടായത്, വിത്ത് പൊട്ടി ഇപ്പം വേറെ ഒരു കളറുണ്ടായി. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീട്ടുകാർക്കൊന്നുമില്ല, അവർക്കെല്ലാവർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടം.